ഡെയിലി ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതനുസരിച്ചുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ് ഈ വെയിൻ ഗ്രീൻ കളറായിരിക്കും. അങ്ങനെയുള്ളവരുടെ വാം ടോൺ. ഫേസിനെ എങ്ങനെയാണോ മേക്കപ്പ് ക്ലെൻസ് ചെയ്ത് കളയുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് ലിപ്സ്റ്റിക്കിൻ്റെ റിമൂവ് ചെയ്യുന്നത്. പിന്നീട് ക്യാഷ്വൽ ലുക്ക് ആണെങ്കിൽ ഒരു ന്യൂഡ് കാറ്റഗറിയിലേക്കാണ് നമ്മൾ പോവുക. അല്ലെങ്കിൽ നമ്മുടെ പല്ലിലൊക്കെ ചിലപ്പോൾ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതിനൊരു ചെറിയൊരു വേറൊരു ട്രിക്കാണ്. ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതായത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയിപ്പോൾ ലിപ്സ്റ്റിക്ക് എല്ലാ കോർണറിലേക്കൊക്കെ നന്നായി ബ്ലെൻഡ് ആവാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നത് വളരെ എളുപ്പമുള്ളൊരു പണിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. ശരിയാണ്, എളുപ്പമാണ്. പക്ഷെ അത് നന്നായി ഒരു പെർഫെക്റ്റ് ആയിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളൊരു ക്യാൻവാസിൽ എങ്ങനെയാണ് ഒരു ചിത്രം വരച്ചെടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബോർഡർ ലൈൻ്റെ ഉള്ളിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ലുക്കിനെ തന്നെ ശരിക്കും ബാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 5 ടിപ്സ് ആൻഡ് ട്രിക്സ് ഓഫ് അപ്ലൈയിങ് ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ഫസ്റ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് യുവർ ലിപ്പ് ഷേപ്പ്. അതായത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ലിപ്പിൻ്റെ ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. പലതരത്തിലുള്ള ലിപ്പിൻ്റെ ഷേപ്പ് ഉണ്ട്. അതായത് ചില ആൾക്കാർക്ക് ഫുൾ ലിപ്പായിരിക്കും. അതായത് നമ്മൾ പറയാറില്ലേ ഈ 32 ഡിഗ്രിയിൽ സ്മൈൽ ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ, അതായത് ഇയർ ടു ഇയർ ആയിട്ട് ഇങ്ങനെ നമ്മൾ ചിരിക്കുമ്പോൾ ഈ ലിപ്പ് ഇങ്ങനെ ഫുൾ ലെങ്ത്തിൽ വരും. അതാണ് ആക്ച്വലി ഈ ഫുൾ ലിപ്പ് എന്ന് പറയുന്നത്. രണ്ട് ലിപ്പും ഏകദേശം ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും പോകുന്നത്. പിന്നെ വരുന്നതാണ് തിൻ ലിപ്പ്. അത് നോർമലി ചില ആൾക്കാർക്കുണ്ടാവും വളരെ തിന്നായിട്ട്, അതായത് നമ്മുടെ അപ്പർ ലിപ്പും ലോവർ ലിപ്പും വളരെ തിന്നായിട്ടുള്ളത് ഒരു ഷേപ്പാണ് തിൻ ലിപ്പ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ടോപ്പ് ഹെവി ലിപ്പ്. അതായത് നമ്മുടെ അപ്പർ ലിപ്പ് കുറച്ചൊരു ഹെവി ലുക്കായിരിക്കും. നമ്മുടെ ലോവർ ലിപ്പിനേക്കാളും കൂടുതലായിരിക്കും അപ്പർ ലിപ്പ്. അതുപോലെ തന്നെയാണ് ബോട്ടം ഹെവി ലിപ്പ്, അതിൻ്റെ വൈസ് വേഴ്സ. അതായത് അതിൽ നമ്മുടെ ബോട്ടം ലിപ്പ് കുറച്ച് കൂടുതലായിരിക്കും, അപ്പർ ലിപ്പിനേക്കാളും കൂടുതലായിരിക്കും ബോട്ടം ലിപ്പ്. പിന്നുള്ളത് റൗണ്ട് ഷേപ്പ്. സാധാരണ കുറവാണ്, ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും ചില ആൾക്കാരുടെ ലിപ്പ് ഉണ്ടാവുക. പിന്നെ ഉള്ളത് ഹേർട്ട് ഷേപ്പ്. അതുകൊണ്ട് അതായത് ലിപ്പ് കറക്റ്റായിട്ടൊരു ഹേർട്ടിൻ്റെ ഷേപ്പിൽ വരുന്നത്. അപ്പം ഇതാണ് ഒരു ലിപ്പിൻ്റെ ഷേപ്പ്. പൊതുവെ എല്ലാവരുടെയും ഒരു ഷേപ്പ് വരുന്നത് നമ്മുടെ ഒരു മിററിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏതാണ് നമ്മുടെ ലിപ്പിൻ്റെ ഷേപ്പ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്നാലാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഷേപ്പിനനുസരിച്ച് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. സെക്കൻഡ് വൺ ആണ് അണ്ടർസ്റ്റാൻഡിങ് ദ റൈറ്റ് ലിപ്സ്റ്റിക് കളർ. ആക്ച്വലി നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സ്കിൻ ടോണിനും ഫേസിനും സ്റ്റൈലിനും ഒക്കെ അനുസരിച്ച് ചേരുന്ന ഒരു ഷെയ്ഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വേറൊരു ടാസ്ക്. അതായത് ചില ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളോ ചിലപ്പം ഇട്ടിരിക്കുന്ന ഒരു ഷെയ്ഡ് കണ്ടിട്ട് അതിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്. ആക്ച്വലി നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണത്. നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന ഷെയ്ഡ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് മാത്രമേ നമ്മൾ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് വാങ്ങാൻ പാടുള്ളൂ. അല്ലാതെ വേറൊരാൾ യൂസ് ചെയ്തു അത് ഓക്കെ അതെനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ് വാങ്ങുന്നത് ശരിയല്ല. അതിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സ്കിൻ ടോൺ എങ്ങനെയാണെന്നാണ്. ശരിക്കും 3 കാറ്റഗറീസാണ് സ്കിൻ ടോൺ. 3 കാറ്റഗറീസിലാണുള്ളത്. കൂൾ ടോണ്, വാം ടോണ് ആൻഡ് ന്യൂട്രൽ ടോൺ. ഇതാണ് 3 കാറ്റഗറീസ് വരുന്നത്. ഇതിന് കൂൾ ടോണുകാർക്ക് ചേരുന്നതാണ് ഒരു പർപ്പിള് അല്ലെങ്കിൽ ഒരു വൈൻ കളർ ഷെയ്ഡുകൾ, അതായത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡുകൾ. പിന്നെ വാം ടോണിന് ചേരുന്നതാണ് റെഡ്, ഓറഞ്ച് അങ്ങനത്തെ ഷെയ്ഡുകൾ. ന്യൂട്രൽ ഷെയ്ഡിന് ഇത് രണ്ടും പോവും. ഈ 2 ഷെയ്ഡിൽ ഏത് കളറും ഈ ന്യൂട്രൽ ടോണുകാർക്ക് ചേരുന്നു. അപ്പം നമ്മുടെ സ്കിൻ ടോൺ ഏതാണെന്ന് അറിയാൻ, അതായത് ഈ 3 കാറ്റഗറിയിൽ ഏതിലാണ് നമ്മുടെ സ്കിൻ ടോൺ പെടുന്നതെന്ന് അറിയാൻ കുറച്ച് 2 ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ വീട്ടിൽ സിൽവർ ജ്വൽസ് ഇല്ലേ, ചില ആൾക്കാർക്ക് സിൽവർ ജ്വല്ലറി ആയിരിക്കും കൂടുതൽ മാച്ച് ആവുക. അങ്ങനെയുള്ളവരുടെ ഒരു ടോൺ വരുന്നത് കൂൾ ടോണാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഗോൾഡൻ ജ്വൽസ് ആയിരിക്കും കൂടുതൽ, ഈ സിൽവറിനേക്കാളും കുറച്ചും കൂടെ മാച്ച് ആവുന്നത് ഗോൾഡൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു ടോൺ വരുന്നത് വാം ടോണാണ്. ഇത് രണ്ടും ചെയ്യുന്ന ആൾക്കാരുടെ ന്യൂട്രൽ ടോണാണ്. അപ്പോൾ ഇത് ഒരു ട്രിക്ക്. വേറൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്റ്റില്ലേ, ഇവിടുത്തെ വെയിൻ നോക്കുക. അതായത് അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇവിടെ ബ്ലൂ ഓർ പർപ്പിൾ അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡിൽ വരും. അങ്ങനെയുള്ളവരുടെ ഒരു ടോൺ വരുന്നത് കൂൾ ടോണാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഈ വെയിൻ ഗ്രീൻ കളറായിരിക്കും. അങ്ങനെയുള്ളവരുടെ വാം ടോൺ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതിൻ്റെ രണ്ടിനും മിക്സ് വരും, അപ്പോഴും ന്യൂട്രൽ ടോണെന്ന്, അതായത് രണ്ടും ചേരും. അപ്പോൾ നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് നമുക്ക് എങ്ങനെ ലിപ്സ്റ്റിക് ഷെയ്ഡ് കണ്ടെത്താമെന്നുള്ളതിൻ്റെ ട്രിക്സ് മനസ്സിലായില്ലേ. ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ നമ്മുടെ മേക്കപ്പ് സ്റ്റൈലിനോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ്, നമ്മളിപ്പം ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ നമ്മളൊരു ബോൾഡ് ലുക്ക് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ
അതിനനുസരിച്ചുള്ള ഷെയ്ഡുകൾ നമ്മൾ ചൂസ് ചെയ്യണം. അതായത് ഇപ്പോൾ ബോൾഡ് ലുക്കിന് ഒരു ഡാർക്ക് ഷെയ്ഡൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പോകുന്നത്. പിന്നെ ഒരു ക്യാഷ്വൽ ലുക്കാണെങ്കിൽ ഒരു ന്യൂഡ് കാറ്റഗറിയിലേക്കാണ് നമ്മൾ പോവുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഒക്കേഷൻസ് അനുസരിച്ച്, അതായത് ഇപ്പോൾ നമ്മൾ വർക്ക് പ്ലേസിലാണ്, അതല്ല നമ്മൾ ഡെയിലി ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതനുസരിച്ചുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്, വർക്ക് പ്ലേസിലേക്കുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്, പിന്നെ നമ്മൾ പാർട്ടി, നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്ക് പോവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ചൂസ് ചെയ്യുന്നത് ചിലത് സീസൺ വൈസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു വിൻ്റർ സീസണിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡാണ്. പിന്നെ അതുപോലെ സമ്മർ സീസൺ ആണെങ്കിൽ ഒരു ഒരു ലൈറ്റർ ഷെയ്ഡിലേക്ക് അത് പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഷെയ്ഡ് ചൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ കാണാറുണ്ട്, അത് ചിലപ്പോൾ ട്രൈ ചെയ്യുന്നത്, പല ആൾക്കാർ ട്രൈ ചെയ്ത ബ്രഷ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ലിപ്പിൽ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അത് ആക്ച്വലി പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ബാക്ടീരിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ, കൈയുടെ ഈ ഒരു റിസ്റ്റിൻ്റെ ഈ ഒരു ഏരിയയിൽ നമ്മൾ നമ്മുടെ ഏതാണ് ഇഷ്ടപ്പെട്ട ആ ലിപ്സ്റ്റിക് ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് പോകുന്നുണ്ടോ നോക്കി അങ്ങനെ വേണം നമ്മൾ ഷെയ്ഡുകൾ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. തേർഡ് വണ്ണാണ് ഹൗ ടു അപ്ലൈ ലിപ്സ്റ്റിക്. അതായത് നമ്മളൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ ലിപ്പിനൊന്ന് പ്രിപ്പയർ ചെയ്യണം. ഇപ്പം നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്യാൻ ഇപ്പോൾ കുറേ സ്ക്രബുകൾ അവൈലബിൾ ആണ് കേട്ടോ, ലിപ് സ്ക്രബുകൾ. അത് നല്ലതാണ് ആക്ച്വലി. പിന്നെ അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുക, പെട്ടെന്ന് നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യണം, ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഈ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബ്രഷൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഓവറായിട്ട് അത് ചെയ്യരുത്, അത് ചിലപ്പോൾ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ലിപ്പിൻ്റെ ബ്രേക്കിങ്ങിനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലിപ്പ് നന്നായി മോയ്സ്ചറൈസ് ചെയ്യണം. പിന്നെ അതിന് നല്ല ലിപ് ബാമുകൾ, നല്ല ബ്രാൻഡിൻ്റെ ലിപ് ബാമുകൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അത് നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ കിടക്കുന്നത് നല്ലതാണ്. അങ്ങനത്തെ ലിപ് ബാമുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ നൈറ്റ് അത് അപ്ലൈ ചെയ്ത് കിടക്കുമ്പോൾ നമ്മുടെ ലിപ്പ് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസർ ആവും. അപ്പോൾ ലിപ്പ് മോയ്സ്ചറൈസർ ആവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ചില ക്രാക്സ് ഒക്കെ ഉണ്ടാവും ലിപ്പിന്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നല്ല ലിപ് ബാംസുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ലിപ് ബാം നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് ലിപ്പിനെ സെറ്റാക്കണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ചില ആൾക്കാർക്ക് ലിപ്പിന് ഈ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. ചില സൈഡ് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഈ ബോർഡർ ലൈൻ ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡ്, ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ, അല്ലെങ്കിൽ ലിപ്പിൻ്റെ ഈ ഉള്ളിലെ ഏരിയ കുറച്ചൊരു ബ്ലാക്ക് ഷെയ്ഡിലായിരിക്കും ഇരിക്കുക. അതാണ് പിഗ്മെൻ്റൽ ലിപ്സ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഫൗണ്ടേഷനോ നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന ഫൗണ്ടേഷൻ, കൺസീലർ, ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ലിപ്സ്റ്റിക്കിലൊന്ന് അപ്ലൈ ചെയ്താൽ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടും. ആ ഒരു ഡാർക്ക് ഷെയ്ഡ് മാറി നമുക്കൊരു ഫിനിഷിങ് ലുക്കിന് വേണ്ടിയിട്ട് ഈ ഫൗണ്ടേഷനും കൺസീലറും പിഗ്മെൻ്റ് ലിപ്സ് ഉള്ളവർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലിപ്പിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അതായത് മെയിനായിട്ട് ഓർക്കേണ്ടത്, ഇടയ്ക്കൊക്കെ ഈ ലിപ്പ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ലിപ്പ് സ്ക്രബ്ബേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ മാർക്കറ്റിൽ. നല്ലത് നോക്കിയിട്ട് ചൂസ് ചെയ്ത് ഇപ്പം വീക്കിലിയോ അല്ലെങ്കിൽ ടോയ്സ് ഡേ അങ്ങനെയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ലിപ്പ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വണ്ണാണ് ഹൗ ടു അപ്ലൈ ലിപ്പ് ലൈനർ. ആക്ച്വലി ലിപ്പ് ലൈനർ എന്നുള്ളത് ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ മാത്രം ലിപ്പ് ലൈനർ യൂസ് ചെയ്താൽ മതി. പക്ഷേ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. നമുക്ക് ലിപ്പിനൊരു നല്ല ഷേപ്പ് കൊണ്ടുവരാൻ പറ്റും. അതായത് ലിപ്പ് ലൈനർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഈ ബോർഡർ ലൈനിലെ അത് പെർഫെക്റ്റായിട്ട് നമ്മൾ ആ ലൈനനുസരിച്ച് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ പുറത്തേക്കും പോകില്ല, ഓവറായിട്ട് അകത്തേക്കും വരില്ല. അതായത് ആ ഒരു ബോർഡർ ലൈനിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോളും. നമ്മളിപ്പോൾ ഒരു A4 ഷീറ്റ് എടുത്താൽ നമ്മൾ ആക്ച്വലി അതിനൊരു ബോർഡർ ലൈൻ വരയ്ക്കില്ലേ, അതുപോലെ തന്നെയാണ് ലിപ്പ് ലൈനർ എന്നുള്ളതും. നമ്മുടെ ലിപ്പിനൊരു ബോർഡർ ലൈൻ ആദ്യം നമ്മൾ വരച്ച് വയ്ക്കുക. അതെന്തിനാന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ലിപ്പിൻ്റെ ഷേപ്പുകൾ, ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ഒരു ഷേപ്പ് എടുത്ത് കാണിക്കാനും, ചിലപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ ലിപ്പ്, ചില ആൾക്കാർക്ക് തോന്നും എൻ്റെ ലിപ്പ് തിന്നാണ്, എനിക്ക് കുറച്ചൊന്ന് ഹെവി ആക്കണം എന്ന് തോന്നുമ്പോൾ ഈ ലിപ്പ് ലൈനർ കുറച്ച് ഹെവി ആയിട്ട് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലിപ്സ്റ്റിക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ലിപ്പ് ലൈനർ ഇഷ്ടമുള്ളവർക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. അതാണ് ഞാൻ പറയുന്നത്, അത് ഓപ്ഷണലാണ്. ഇനി ലാസ്റ്റാണ് അപ്ലൈയിങ് ലിപ്സ്റ്റിക്ക്. അതായത് നമ്മളിപ്പോൾ ഏകദേശം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവും.
അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പം നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് ഒരു ഷെയ്ഡ് എടുത്ത് അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ അപ്പർ ലിപ്പിൻ്റെ ഇവിടെ ഈ സെൻറ്റർ പോർഷനിൽ ഒരു ക്രോസ് വരയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഈ ഫുൾ, അതായത് ഈ ബോർഡറിലേക്ക് കടക്കാതെ ബോർഡറിൻ്റെ ഉള്ളിൽ തന്നെ ലിപ്പിനെ കവർ ചെയ്ത് ഫുള്ളായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ആക്ച്വലി നമുക്ക് ബ്രഷുകൾ അവൈലബിൾ ആണ്, ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ ബ്രഷുകൾ അവൈലബിൾ ആണ്. ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതായത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയിപ്പോൾ ലിപ്സ്റ്റിക്ക് എല്ലാ കോർണറിലേക്കൊക്കെ നന്നായി ബ്ലെൻഡ് ആവാൻ നമ്മുടെ ലിപ്പിനനുസരിച്ചുള്ളൊരു ബ്രഷ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതല്ല പിന്നെ ഇപ്പം നമുക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്കിന് ഒരു നോബ് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്താലും മതി. കറക്റ്റായിട്ട് ബോർഡറിന് പുറത്ത് പോവാതെ പെർഫെക്റ്റായിട്ട് നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് ടിപ്സും ട്രിക്സും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അത് ഗ്ലാസ്സിൽ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പല്ലിലൊക്കെ ചിലപ്പോൾ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതിനൊരു ചെറിയൊരു വേറൊരു ട്രിക്കാണ്, ഒരു ടിഷ്യൂ എടുക്കുക. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ എടുക്കുക. ജസ്റ്റ് നമ്മുടെ ഈ സെൻറ്റർ പോർഷനിൽ വെച്ച് ഒന്ന് ബ്ലോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ എക്സ്ട്രാ ഇരിക്കുന്ന ലിപ്സ്റ്റിക്കുകളില്ലേ, അതൊക്കെ ആ ടിഷ്യൂലേക്ക് പറ്റിക്കാണും. അപ്പോൾ കറക്റ്റായിട്ട് അത് ബ്ലെൻഡ് ആയിരുന്നോളും. അതുകൊണ്ട് പിന്നെ നമ്മളൊരു വെള്ളം കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ പല്ലിലോ അവിടെ എവിടെയൊന്നും പറ്റിയിരിക്കില്ല. അതൊരു ട്രിക്കാണ് കേട്ടോ. പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ടത് ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യുമ്പോഴുള്ള കേസാണ്. അതായത് നമ്മൾ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ ഫേസിനെ എങ്ങനെയാണോ മേക്കപ്പ് ക്ലെൻസ് ചെയ്ത് കളയുന്നത്, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് ലിപ്സ്റ്റിക്കിൻ്റെ റിമൂവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പുറത്ത് പോയി വന്നു, നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അപ്പോൾ തന്നെ പിന്നെയും നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എത്രത്തോളം നമുക്ക് മാക്സിമം നമ്മുടെ ലിപ്പിനെ ഫ്രീ ആക്കി വിടാവോ അതായിരിക്കും നല്ലത്. അപ്പോൾ ഇപ്പോൾ ഒരു നൈറ്റ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ക്രബോ അങ്ങനെ ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് റബ്ബ് ചെയ്ത് ലിപ്പിൽ, ചിലപ്പോൾ നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് വെറുതെ ഒന്ന് റിമൂവ് ചെയ്താൽ പോകണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഓരോ സൈഡിൽ ചിലപ്പോൾ ഇങ്ങനെ പറ്റിപ്പിടിച്ച് അതിൻ്റെ സൈഡ് ഇങ്ങനെ ചിലപ്പോൾ പറ്റിപ്പിടിച്ചിരിക്കും. അത് മാറ്റാൻ വേണ്ടി നമ്മൾ കറക്റ്റായിട്ടൊരു ക്ലെൻസർ എന്തെങ്കിലും യൂസ് ചെയ്ത് നമ്മുടെ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യണം. കിടക്കുന്നതിന് മുമ്പ് എന്തായാലും അത് ചെയ്തിട്ട്, മസ്റ്റായിട്ട് അത് ചെയ്തിട്ടേ കിടക്കാവുള്ളൂ. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ലിപ്സ്റ്റിക്കുകൾ വാങ്ങുമ്പോൾ കറക്റ്റായിട്ട് നല്ല ബ്രാൻഡിൻ്റെ തന്നെ നോക്കി വാങ്ങിക്കണം. കാരണം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്സ് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മെയിനായിട്ട് ചിലപ്പോൾ അതിൻ്റെ റേറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ചില ചേഞ്ചസ് ഉണ്ടാകും. നമ്മൾ വില കുറവാണല്ലോ എന്ന് വിചാരിച്ച് അത് പോയി വാങ്ങാൻ നിൽക്കരുത്. അതിൻ്റെ ക്വാളിറ്റി നമ്മുടെ നല്ല ബ്രാൻഡുകളിൽ അനുസരിച്ചായിരിക്കില്ല. അപ്പോൾ അത് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ ചാൻസുകളുണ്ട്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് അഖില മാർട്ടിൻ സൈനിങ് ഓഫ്.